ഹിൻഡൻബർഗ് റിസർച്ച് ഫോറൻസിക് സാമ്പത്തിക വിശകലനത്തിൽ വൈദഗ്ധ്യം നേടിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്ഥാനമായുള്ള ഒരു സാമ്പത്തിക ഗവേഷണ സ്ഥാപനമാണ് ഈ ഹിൻഡൻബർഗ് റിസർച്ച് എന്നത്. ശനിയാഴ്ച രാവിലെ 5:34 സമൂഹ മാധ്യമമായ എക്സിൽ അവരുടെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത്. സംതിങ് ബിഗ് സൂൺ ഇന്ത്യ എന്നായിരുന്നു ആ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ധാരാളം അഭ്യൂഹങ്ങൾ പരന്നു. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വലിയ ഒരു കമ്പനി ആയിരിക്കും ഇവരുടെ അടുത്ത ടാർഗറ്റ് എന്നാണ്. എന്നാൽ ഇന്നലെ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ രണ്ടാമത്തെ പോസ്റ്റ് വരുന്നത് രാത്രി 9:57 കൂടിയായിരുന്നു. ഈ പോസ്റ്റ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് തന്നെയായിരുന്നു. ആ പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: വിസിൽ ബ്ലോവർ ഡോക്യുമെന്റ്സ് റിവീൽ സെബീസ് ചെയർപേഴ്സൺ ഹാഡ് സ്റ്റേക്ക് ഇൻ ഓബ്സ്ക്യൂർ ഓഫ്ഷോർ എൻറ്റിറ്റീസ് യൂസ്ഡ് ഇൻ അദാനി മണി സൈഫണിംഗ് സ്കാൻഡിൽ. അതായത് ആരോപണം ഇപ്രകാരമാണ്: സെബിയുടെ ചെയർപേഴ്സണും ഭർത്താവിനും അദാനി ഗ്രൂപ്പിന്റെ പണമിടപാട് അഴിമതിയുമായി ബന്ധപ്പെട്ട ഓഫ്ഷോർ സ്ഥാപനങ്ങളിൽ, അതായത് അദാനി ഗ്രൂപ്പിന്റെ നിഴൽ കമ്പനികളിൽ ഓഹരിയുണ്ടെന്ന് ആരോപിക്കുന്നു. ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾക്ക് ഒരു മറുപടി സെബി ചെയർപേഴ്സൺ തന്നെ പറഞ്ഞു കഴിഞ്ഞു. 2024 ഓഗസ്റ്റ് 10 ഹിൻബർഗ് റിപ്പോർട്ടിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും അസത്യവുമാണെന്ന് സെബി ചീഫ് മദാരി പൂരിബുച്ച് അഭിപ്രായപ്പെട്ടു. ആവശ്യമുള്ള എല്ലാ വെളിപ്പെടുത്തലുകളും ഇതിനകം സെബിക്ക് നൽകിയിട്ടുണ്ടെന്നും തന്റെ സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമാണെന്നും അവർ പറയുകയുണ്ടായി. ഹിൻബർഗ് റിസർച്ചിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ പരാമർശിച്ചു. ഏതായാലും വിശദമായ പ്രസ്താവന ഉടൻ പുറത്തിറക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ മുൻകാല റിപ്പോർട്ടുകളും അതിനോട് മാർക്കറ്റുകൾ എത്തരത്തിലാണ് റിയാക്ട് ചെയ്തതെന്നും അദാനി ഹിൻബർഗ് വിഷയത്തിൽ ഉൾപ്പെടെ മാർക്കറ്റിന്റെ റിയാക്ഷൻ എത്തരത്തിലായിരുന്നു എന്നും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ ഒരു അലിഗേഷനോട് മാർക്കറ്റ് എത്തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇതുപോലെ ധാരാളം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. മാത്രമല്ല തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഹിൻഡൻബർഗ് റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ സാധാരണയായി ടാർഗറ്റ് ചെയ്യാറുള്ളത് വലിയ വലിയ കമ്പനികളെയാണ്. കോർപ്പറേറ്റ് ഫ്രോഡുകളോ മിസ്മാനേജ്മെന്റോ തുടങ്ങിയ അലിഗേഷനുകളാണ് സാധാരണയായി ഇവർ മുന്നോട്ട് വയ്ക്കാറുള്ളത്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ സ്റ്റോക്കിന്റെ വില കുത്തനെയുള്ള ഒരു ഇടിവിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ച് അദാനിയുടെ കേസിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഒരു ഷോർട്ട് സെല്ലിംഗ് ഫേം ആയതുകൊണ്ട് തന്നെ അവർ ഉയർന്ന വിലയ്ക്ക് ആ സ്റ്റോക്ക് സെല്ല് ചെയ്ത് താഴ്ന്ന വിലയ്ക്ക് അത് ബൈ ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഷോർട്ട് സെല്ല് ചെയ്യുന്നതിലൂടെ വലിയ ലാഭമാണ് കമ്പനിക്ക് ലഭിക്കുക. ഇത്തരത്തിൽ അവരുടെ അലിഗേഷൻ കാരണം വലിയ ഇടിവിലേക്ക് പോയ സ്റ്റോക്കുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം US ബേസ് ചെയ്തിട്ടുള്ള നിക്കോള കോർപ്പറേഷൻ. സെപ്റ്റംബർ 2020 ഇവർക്കെതിരെയുള്ള ആരോപണം വരുന്നത്. ഇലക്ട്രോണിക് സ്റ്റാർട്ടപ്പായ നിക്കോള സാങ്കേതിക വിദ്യയും കഴിവുകളും പെരുപ്പിച്ചു കാട്ടിയെന്നായിരുന്നു ഹിൻബർഗിന്റെ ആരോപണം ഉണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു ആരോപണം വന്നതോടെ ഈ ഒരു സ്റ്റോക്കിന്റെ വില വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് 40% ഇടിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ 2000-ലൊക്കെ ട്രേഡ് ചെയ്തിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $8. മറ്റൊരു കമ്പനി ചൈനയിലെ വൈദ്യുതി വാഹന നിർമ്മാതാക്കളായ കാൻഡി ടെക്നോളജീസ് ആയിരുന്നു. വിൽപ്പനയും വരുമാനവും കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു ഹിൻബർഗ് ആരോപിച്ചത്. റിപ്പോർട്ടിനെ തുടർന്ന് കാൻഡി ടെക്നോളജീസ് ഏകദേശം 28% ഇടിഞ്ഞത്. പിന്നീട് അത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം വന്നത് ഇന്ത്യയിലുള്ള അദാനി ഗ്രൂപ്പിനെതിരെയായിരുന്നു. ജനുവരി 24, 2023 അദാനി ഗ്രൂപ്പിനെതിരെ അവരൊരു റിപ്പോർട്ട് പുറത്തുവിട്ടു. ഈ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കലിന് കാരണമായി. വിപണി മൂല്യം $100 മില്യൺ നഷ്ടപ്പെട്ടു. അദാനി ഗ്രൂപ്പിന്റെ $2.5 ബില്യൺ FPOയ്ക്ക് തൊട്ടു മുൻപാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്ത ആ FPO അദാനി ഗ്രൂപ്പിന് പിൻവലിക്കേണ്ടി വന്നു. ഇത്തവണയും അദാനി ഗ്രൂപ്പ് തന്നെയാണ് ഫോക്കസിലുള്ളത് എന്നതുകൊണ്ട് ഈ പഴയ ഡാറ്റ നമുക്കൊന്ന് പരിശോധിക്കാം. അദാനി എൻ്റർപ്രൈസ് ഒരു 3400 റേഞ്ചിലായിരുന്നു ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ ആ റിപ്പോർട്ടിന് ശേഷം 1017 എന്ന ലോ വരെ ടച്ച് ചെയ്തു. ഏകദേശം ഒരു 70% ഇടിവാണ് സ്റ്റോക്കിൽ മാത്രം ഉണ്ടായത്. ഇപ്പോൾ അദാനി എൻ്റർപ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഒരു 3100 റേഞ്ചിലാണ്. അദാനി ഹിൻബർഗ് റിപ്പോർട്ടിന് മുൻപ് അദാനി എൻ്റർപ്രൈസ് ട്രേഡ് ചെയ്തിരുന്നത് 3400-500 റേഞ്ചിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രൈസ് ഉള്ളത് 3100 റേഞ്ചിലാണ്. മറ്റൊരു വലിയ കമ്പനി അദാനി പോർട്സ് ആയിരുന്നു. ഈ റിപ്പോർട്ടിന് മുൻപ് ട്രേഡ് ചെയ്തിരുന്നത് 760 റേഞ്ചിലായിരുന്നു. റിപ്പോർട്ടിന് ശേഷം 395 എന്ന ലോ ടച്ച് ചെയ്തിരുന്നു. ഏകദേശം 48% അദാനി പോർട്സ് അന്ന് ഇടിഞ്ഞത്. ഇനി റിപ്പോർട്ടിന് മുൻപും ശേഷവും അദാനി ഗ്രൂപ്പ് കമ്പനികൾ എത്ര % ഇടിഞ്ഞത് എന്ന് കൂടി നോക്കാം. അദാനി ഗ്രീൻ എനർജി ഏകദേശം 53% ഇടിഞ്ഞു. അദാനി ടോട്ടൽ ഗ്യാസ് 78% ഇടിഞ്ഞത്.
അദാനി ട്രാൻസ്മിഷൻ 73% ഇടിഞ്ഞു. അദാനി പവർ 52% ഇടിഞ്ഞു. അദാനി വിൽമർ 45% ഇടിഞ്ഞു. അദാനി ഗ്രൂപ്പുകളിലെ വലിയ ഫോള് സെൻസെക്സിനെയും നിഫ്റ്റിയും ബാധിക്കുകയുണ്ടായി. ഏകദേശം 3.5% മുകളിലാണ് അന്ന് സെൻസെക്സ് നിഫ്റ്റിയും ഇടിഞ്ഞത്. നിഫ്റ്റിക്ക് പിന്നീട് ആ ഫോളിന് ശേഷം ഒരു റിക്കവറി നടത്താൻ ഏകദേശം 1 മാസം സമയമെടുത്തു. അദാനി ഗ്രൂപ്പിന് പുറമെ അന്ന് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത ഒരു സെക്ടർ ഇന്ത്യൻ ബാങ്കിങ് സെക്ടർ ആയിരുന്നു. അന്ന് അദാനി ഗ്രൂപ്പ് കമ്പനികളുമായി കൂടുതൽ എക്സ്പോഷറിലുള്ള ബാങ്കിങ് സെക്ടറിലുള്ള കമ്പനികൾക്കാണ് അന്ന് കൂടുതലായി എഫക്റ്റ് ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക് തുടങ്ങിയ ഓഹരികൾ ഒരു താൽക്കാലികമായി ഒരു ഇടിവിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ അന്ന് കണ്ടു. ഇന്ത്യൻ മാർക്കറ്റിൽ ആ സമയങ്ങളിൽ ഒരു ഹൈ വോളറ്റാലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല നിക്ഷേപകരും ഗോൾഡിലേക്കും അതുപോലെ ഗവൺമെന്റ് ബോണ്ടുകളിലേക്കും ഒക്കെ അവരുടെ നിക്ഷേപങ്ങൾ മാറ്റുന്ന ഒരു കാഴ്ചയും അന്ന് കണ്ടു. ഇനി ഇപ്പോഴത്തെ ഈ വിഷയത്തിലേക്ക് വന്നാൽ ഹിൻഡൻബർഗ് വിഷയവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് തന്നെയാണ് ഇപ്പോഴും ഫോക്കസിലുള്ളത്. മാത്രമല്ല ഈ ആരോപണം സെബി ചെയർപേഴ്സണെതിരെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് റെഗുലേറ്ററിനെതിരെയാണ് ഒരു ആരോപണം വന്നിരിക്കുന്നത്. അത് ഒരിക്കലും ഇന്ത്യ ചെറുതാക്കി കാണില്ല എന്നുറപ്പാണ്. തക്കതായ മറുപടി തന്നെ ഇന്ത്യ അതിന് നൽകുകയും ചെയ്യും. അത്തരത്തിലാണെങ്കിൽ മാർക്കറ്റിൽ വലിയ വോളറ്റാലിറ്റി ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായാലും നിഫ്റ്റി നാളെ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുള്ളത് ഇപ്പോഴത്തെ ഈ അലിഗേഷനുമായി ബന്ധപ്പെട്ട് ഒരു നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നിഫ്റ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. കൂടാതെ അദാനി ഹിൻബർഗ് വിഷയത്തിൽ ഒടുവിൽ ജയിച്ചത് അദാനി തന്നെയായിരുന്നു. അദാനി ഇഷ്യൂ ഹിൻബർഗ് റിസർച്ചിന് ഒരു കളങ്കം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റിവഞ്ച് എന്ന വണ്ണം കൂടിയാവാം ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്ന് പല സോഴ്സുകളിൽ നിന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ ഒരു ഹിൻബർഗ് വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്റ്റോക്കുകൾ നാളെ ഫോക്കസിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അദാനി സ്റ്റോക്കുകൾ എന്തായാലും ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഫിനാൻസിംഗ് ബാങ്കുകൾ SBI, ICICI ബാങ്ക് തുടങ്ങിയ ഫിനാൻസിംഗ് സ്ഥാപനങ്ങൾ ഫോക്കസിൽ ഉണ്ടായിരിക്കും. കൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു അലിഗേഷനുമായി ബന്ധപ്പെട്ട് IIFL ഫിനാൻസ് നാളെ ഫോക്കസിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല IIFL വെൽത്ത് ആൻഡ് അസറ്റ് മാനേജ്മെന്റ് എന്ന 361 എന്ന IIFLന്റെ കമ്പനിയും നാളെ ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ കൊഡാക് ബാങ്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഏതായാലും മാർക്കറ്റിന്റെ റിയാക്ഷൻസ് എത്തരത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധാപൂർവ്വം മാത്രം ട്രേഡ് എടുക്കുക. നാളെയൊക്കെ ഒരു ഹൈ വോളറ്റാലിറ്റിക്ക് സാധ്യതയുള്ള മാർക്കറ്റ് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഒരു മെൻറ്ററിൻ്റെയൊക്കെ സഹായത്തോടെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. രാവിലെ 11 മണി മുതൽ 3:30 വരെ നമ്മൾ യൂട്യൂബ് ലൈവിലുണ്ടായിരിക്കും. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ ചോദിച്ച് അത് ക്ലിയർ ചെയ്ത് മുൻപോട്ട് പോവുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കുക. മാത്രമല്ല നമ്മുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കാത്ത സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഏതായാലും നമ്മുടെ മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും നാളെ രാവിലത്തെ 7:30 പ്രീ മാർക്കറ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചുരുക്കി ആ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.